എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആക്ച്വലി ഒരു ഡയപ്പർ റിവ്യൂ, അതായത് ഞാൻ ഡയാനയ്ക്ക് യൂസ് ചെയ്തിരുന്ന യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയപ്പറിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അറിയാത്തവർക്ക് ഞാൻ അതിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പുതിയൊരു ചാലഞ്ചിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതായത് 100 days of happiness. സോ അത് എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും, അതായത് 100 days ഇടവിടാതെ സ്റ്റോറീസ് ഷെയർ ചെയ്യാം എന്നല്ല ഞാൻ വിചാരിച്ചത്. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഇത്തിരി സ്ട്രെസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കത് തോന്നി. സോ അതുകൊണ്ട് എനിക്ക് നല്ല ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിട്ട് തോന്നുന്ന മൊമെൻറ്റ്സ് ഞാൻ ഡേയ്സ്, അതായത് ഡേയ്സിൻ്റെ കറക്റ്റ് ഓർഡറിൽ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റോറി ഇടാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. സോ അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് നിങ്ങൾ സ്റ്റോറി കാണാത്തത്. അപ്പോൾ അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ള. പിന്നെ അപ്പോൾ നമുക്കിനി നമ്മുടെ ഡയപ്പർ റിവ്യൂയിലേക്ക് കിടക്കാം. ഞാൻ ഡയാനയ്ക്ക് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയപ്പർ ഏതാണെന്ന് വെച്ചാൽ അത് പിന്നെ പറയാം. ഫസ്റ്റ് ഞങ്ങൾ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലൊക്കെ പാക്ക് ചെയ്തത് നമ്മൾ പാമ്പേഴ്സിൻ്റെ ന്യൂ ബോൺ ഡയപ്പേഴ്സ് ആയിരുന്നു. സോ അത് നല്ല ഡയപ്പർ തന്നെയായിരുന്നു. ആ സമയത്ത് അധികം അത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ന്യൂ ബോൺ ബേബീസിന് അധികം ഡയപ്പർ ഇടുന്നത് ഡോക്ടേഴ്സും പ്രിഫർ ചെയ്തിരുന്നില്ല, എനിക്കും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അധികം അത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റി ആൻഡ് പെർഫോമൻസ് വൈസ് നല്ലതായിരുന്നു. നല്ല ഡയപ്പറായിരുന്നു, പാമ്പേഴ്സിൻ്റെ ഡയപ്പർ. പക്ഷെ ഞാനത് ആ സമയത്ത് ഓൺലൈൻ വാങ്ങിയതായിരുന്നു. ആ പാമ്പേഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് നമുക്ക് ഓൺലൈനിൽ എനിക്ക് ആക്ച്വലി സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് എനിക്ക് ഫീവറും കോൾഡൊക്കെ ആയിരുന്നു. സോ എൻ്റെ ത്രോട്ട് ശരിയായി വരുന്നേ ഉള്ളൂ. സോ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയാൽ ഡയപ്പർ നമ്മൾ വാങ്ങിയത് ഓൺലൈനായിരുന്നു തുടക്കത്തിൽ. ഫസ്റ്റ് ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല. അതായത് ഒരു 5 days ഒക്കെ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ വന്നായിരുന്നു ആ സമയത്ത്. അല്ലെങ്കിൽ ഒരു 2-3 days എങ്കിലും വരുമല്ലോ. അപ്പോൾ അങ്ങനെ പറ്റില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അർജന്റായിട്ട് ഡയപ്പർ വേണമായിരുന്നു. അപ്പം ഒരു ഡയപ്പറിൻ്റെ ഒരു പാക്കറ്റ് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ. സോ അപ്പോൾ അവർ MRP തന്നെ വാങ്ങിയിരുന്നു. ഒരു ഡയപ്പറിന് എത്രയാ, 15 or 40 അത്ര റേറ്റ് ആയിരുന്നു തോന്നുന്നു. MRP വെച്ച് നോക്കുമ്പോൾ വാങ്ങിയത് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം. എന്തിനാ നമ്മളിങ്ങനെ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളപ്പോൾ വെറുതെ ഇത്ര കാശ് കൊടുത്ത് MRP കൊടുത്ത് വാങ്ങുന്നത്? നമുക്ക് ഓൺലൈനായിട്ട് കുറേ ഓഫേഴ്സ് ഉണ്ട്. അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓഫർ നോക്കി. പിന്നെ ഞാൻ കുറേ ആൾക്കാരുടെ ഈ ഡയപ്പറിൻ്റെ റിവ്യൂ, അങ്ങനെ കുറേ റിവ്യൂസൊക്കെ കണ്ടു. അങ്ങനെ റിവ്യൂസൊക്കെ കണ്ടിട്ട് ഞാൻ ലാസ്റ്റ് പാമ്പേഴ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആണ്, അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. അതിൻ്റെതായ അവർ എനിക്ക് തോന്നുന്നു നോക്കിയിട്ടേ. അപ്പോൾ ഡയപ്പർ നമുക്ക് അതേ ക്വാളിറ്റിയിൽ, സെയിം ക്വാളിറ്റിയിൽ കുറച്ച് പ്രൈസ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ നോക്കിയായിരുന്നു വീഡിയോസും കുറേ റിവ്യൂസൊക്കെ നോക്കി. അങ്ങനെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് എനിക്കൊരു കണ്ടിട്ടും റിവ്യൂസ് കേട്ടതും വെച്ചിട്ട് ഒരു ഡയപ്പർ എനിക്ക് ഇഷ്ടമായിരുന്നു. ബ്രാൻഡ് നെയിം ഈസ് കഡിൽസ്. ആക്ച്വലി ഒരു പ്രൊമോഷനൊന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വാങ്ങി യൂസ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഞാൻ സ്മോളാണ് വാങ്ങിയത്. കഡിൽസിൻ്റെ സ്മോൾ സൈസിൽ വരുന്ന ഡയപ്പേഴ്സാണ് വാങ്ങിയിരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ റേറ്റ് വരുന്നത്, ഞാൻ ഒരൊറ്റ പാക്കറ്റായിട്ടല്ല വാങ്ങിയത്, 2 പാക്കറ്റ് കോംബോ ഓഫറിൽ വരുന്ന ഒരു ഡൈപ്പറാണ് ഞാൻ വാങ്ങിയത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റിൽ 78 പീസ്, അതായത് 78 പീസ് ഉണ്ടായിരുന്നു ഒരു പാക്കറ്റിൽ. അങ്ങനെ 2 പാക്കറ്റ്. അപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് 832 റുപ്പീസാണ് വരുന്നത്. 4 to 8 kg വരെയുള്ള കുട്ടികൾക്ക്. അവർക്ക് ആക്ച്വലി ഡിഫറെൻറ്റ് സൈസ് ഉണ്ട് ഡൈപ്പേഴ്സിൽ. അതായത് സ്മോള്, മീഡിയം, ലാർജ്, XL, XXL, അതിനു മേലെ ഉണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. ഞാനിപ്പോൾ മീഡിയം, ലാർജ് വരെ എത്തിയിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വെയിറ്റിനനുസരിച്ച് ഇങ്ങനെ ഡൈപ്പറിൻ്റെ സൈസ് കൂട്ടി വരും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ന്യൂ ബോൺ സൈസും ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാങ്ങിയത് സ്മോളായിരുന്നു. അതായത് സ്മോളിൻ്റെ സമയത്ത് തന്നെ ഞാൻ കഡിൽസ് ഡൈപ്പേഴ്സിൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്ന കുറേ പേരൊക്കെ ഇപ്പോൾ കഡിൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ആ ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങി യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. സെയിം നമ്മളുടെ പാമ്പേഴ്സിൻ്റെ ഒക്കെ പോലെ സെയിം ക്വാളിറ്റി, അങ്ങനെ എനിക്ക് വലിയ ക്വാളിറ്റി ഡിഫറൻസ് പറയാൻ മാത്രം ഡിഫറൻസ് എനിക്ക് തോന്നിയില്ല. അതെനിക്കിനി അറിയാത്തതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ. ഇതിൽ പക്ഷെ ഒരു പാക്കറ്റിൽ 24 hours ഒക്കെ യൂസ് ചെയ്യാവുന്ന, 24 അല്ല, ഒരു ഫുൾ നൈറ്റൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരും. അപ്പോൾ അതൊന്നും ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. സോ ചെറുതായിട്ട് വാശി തുടങ്ങി. അതുകൊണ്ട് ഞാൻ അവനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോന്നേക്കാണ് കേട്ടോ. അവനെ ഫീഡ് ചെയ്തു. പക്ഷെ എന്നെ കാണുമ്പോൾ എന്നാലും ചെറുതായിട്ടൊരു വാശി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒന്നും വേണമെന്നില്ല, പക്ഷെ എന്നെ കണ്ട് കഴിഞ്ഞാൽ ഞാൻ എടുക്കണം, അങ്ങനെ ഒരു വാശിയുണ്ട്. സോ അതുകൊണ്ട് അവനെ അമ്മയുടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോകും. അപ്പം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? കണ്ടിൽസ് ഡയപ്പർ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇൻഫെക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ 3 മണിക്കൂറിന് ശേഷം എല്ലാ 3 മണിക്കൂറിന് ശേഷം ഡയപ്പർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആ ടൈം പീരീഡ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സോ ഇതാണ് കണ്ടിൽസിൻ്റെ ഡയപ്പർ. ഇങ്ങനെ പാൻ ഡയപ്പേഴ്സാണ് ഇപ്പോൾ വരുന്നത്, മറ്റേ ടൈപ്പ് ഇല്ല. മറ്റേ ടൈപ്പ് ഞാൻ ആക്ച്വലി പാമ്പേഴ്സിനെ മാത്രമേ കണ്ടുള്ളൂ. അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ, ഇവിടെ 2 ഭാഗത്ത് ഓപ്പൺ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഡയപ്പർ ഞാൻ പാമ്പേഴ്സ് കണ്ടേക്കുന്നത്. അഡിൽസിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പാൻ ഡൈപ്പേഴ്സ് ആണ്. ഇതിങ്ങനെ കയറ്റാം, അത് കഴിഞ്ഞ് ഊരണ സമയമാകുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്യാം, ഈ സൈഡ് ഇങ്ങനെ ഫീൽ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതിന് ബാക്കും ഫ്രണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ബാക്ക് എഴുതിയിട്ടുണ്ട്, ഫ്രണ്ട് എഴുതിയിട്ടില്ല, ബാക്ക് എഴുതിയിട്ടുണ്ട്. സോ ഇതാണ് ഡൈപ്പർ. വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. മുട്ടയുടെയൊക്കെ അത്യാവശ്യം ഉണ്ട്. 3 മണിക്കൂർ നിൽക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എടുക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ചെടുത്താൽ മതി. ഈ പാഡ് നീങ്ങാണ്ട് ചില സമയത്ത് എടുക്കുമ്പോൾ ഈ പാഡ് നീങ്ങിയിട്ട് ചില സമയത്ത് ലീക്കേജ് ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് നല്ലൊരു തവണ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ എടുത്ത് അങ്ങനെ കയ്യെ നമ്മൾ പിടിക്കുന്നത് ശരിയാവാണ്ട് ഇങ്ങനെ നീങ്ങി പോയിട്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ നീങ്ങൂലോ, അങ്ങനെ ചെറിയൊരു ലീക്ക് ഉണ്ടായി. പിന്നെ ഇവിടെ ഡബിൾ ലെയർ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിന് കറക്റ്റായിട്ട് നിന്നോളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. റേറ്റും വലിയ കുഴപ്പമൊന്നുമില്ല, റേറ്റ് കുറവാണ്. പിന്നെ ഞാൻ വാങ്ങിയത് മീഡിയം സൈസിൽ ഞാൻ കോംബോ പാക്ക് 2 പാക്ക് കണ്ടില്ല. മീഡിയം സൈസിൽ ആക്ച്വലി 3 പാക്സ് ആയിട്ടാണ് കണ്ടത്. അതിൽ ഒരു പാക്കറ്റിൽ ഇങ്ങനെയാ 74 പീസ് വരുന്നത്. ഈ സൈസ് കൂടുന്നതോറും പീസിന്റെ എണ്ണം കുറയുന്നുണ്ട് ചെറുതായിട്ട്. അതെന്താ കാര്യം എന്ന് എനിക്ക് അറിഞ്ഞൂടാ കോംബോ പാക്കിൽ. അപ്പോൾ 74 പീസിന്റെ 3 പാക്കറ്റാണ് ഞാൻ വാങ്ങിയത്. അത് എത്രയ്ക്കാ 1177 വാങ്ങിയതാണ്. അപ്പൊ നോക്കുമ്പോൾ ഒരു ഡൈപ്പറിന് 5 രൂപയുടെ അടുത്താണ് വരുന്നത് ഒരു ഡൈപ്പറിന്. നമ്മളത് പാമ്പേഴ്സിലൊക്കെ വാങ്ങാണെന്നുണ്ടെങ്കിൽ ഒരു ഡൈപ്പറിന് 11-10 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട്. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കഡിൽസിൻ്റെ സെലക്ട് ചെയ്തത്. വലിയ ക്വാളിറ്റി ഇഷ്യൂ ഇല്ലാത്ത എന്നാൽ ആ ഒരു
ബ്രാൻഡ്സിനോടൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഡയപ്പർ എന്നുള്ള രീതിക്കാണ് ഞാൻ കഡിൽസിന്റെ വാങ്ങിയത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഞാൻ വാങ്ങിയ മീഡിയം കഴിഞ്ഞു. എനിക്ക് പിന്നെ അത്ര അധികം യൂസ് വരുന്നില്ല. ഞാൻ രാത്രിയാണ് മെയിനായിട്ട് ഇട്ട് കൊടുക്കാറ്. പകല് പുറത്തൊക്കെ പോകുമ്പോഴേ അങ്ങനെ ഇടാറുള്ളൂ. അല്ലാണ്ട് വീട്ടിലുള്ളപ്പം അധികം ഇത് യൂസ് ചെയ്യാറില്ല. ഡോക്ടറും പറഞ്ഞു അങ്ങനെ അധികം എപ്പോഴും ഇത് യൂസ് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. അപ്പൊ ഞാൻ അധികം യൂസ് ചെയ്യണില്ല. രാത്രിയാണ് ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഞാനിപ്പോ ലാർജ് വാങ്ങിയിട്ടുണ്ട്, അത് വന്നിട്ടില്ല. അങ്ങനെ സോ അത്രേ ഉള്ളൂ ഈ ഡയപ്പറിന്റെ റിവ്യൂ. ഇനിയിപ്പോ വേറെ ഡീറ്റെയിൽസ് പറയാൻ ഞാനത് എങ്ങനെയാ ഇപ്പൊ ഈ 3 തവണ വാങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് പ്രൈസ് കുറവായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിലാണ്, കഡിൽസിന്റെ ഡയപ്പറിലാണ്. കഡിൽസ് എന്ന് പറയുന്ന ബ്രാൻഡിലാണ് പ്രൈസ് കുറവായിട്ട് തോന്നിയിരിക്കുന്നത്. ചിലപ്പോ ഇനിയിപ്പോ സീസൺ മാറുമ്പോൾ മേ ബി റേറ്റ് കുറവിന് മാമി പോക്കോ പാൻസോ പാമ്പേഴ്സോ ഒക്കെ കിട്ടുമായിരിക്കും കേട്ടോ. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഞാനിപ്പോ നോക്കിയതിൽ വെച്ച് കമ്പയർ ചെയ്ത് വെച്ച് എനിക്ക് കഡിൽസിന്റെ ഡയപ്പറാണ് റേറ്റ് കുറവിന് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഈ കഡിൽസ് ആമസോണിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഫ്ലിപ്കാർട്ടിലാണ് കണ്ടിരിക്കുന്നത്. അപ്പോ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇനിയിപ്പോ എങ്ങനെയാണ് ഈ ഡൈപ്പേഴ്സിന്റെ പ്രൈസ് കമ്പയർ ചെയ്യാന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ എടുത്ത് ഇടാം, ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തിടാം. സോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ എങ്ങനെ കമ്പയർ ചെയ്യുന്നതെന്ന്. അതായത് ഓരോ ബ്രാൻഡിന്റെ മെയിനായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നത് പാമ്പേഴ്സും മാമി പോക്കോ പാൻസും പിന്നെ കഡിൽസുമാണ് കേട്ടോ. അതിൽ ഈ 3 തവണ നോക്കിയിട്ടും എനിക്ക് കഡിൽസിനാണ് റേറ്റ് കുറവ് തോന്നിയിരിക്കുന്നത്. ആമസോണിൽ ഞാൻ നോക്കാറുണ്ട്, ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കാറുണ്ട്. വേറെ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ യൂസ് ചെയ്യുന്നത് മീഷോ ആണ്. മീഷോയിൽ ഇത് കണ്ടിട്ടില്ല. ഞാൻ മെയിനായിട്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിൽ നിന്നാണ് വാങ്ങാറ്. ഡയപ്പർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങുന്നത്. സോ അതിന്റെ കമ്പാരിസൺ എന്ന് വെച്ചാൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രൈസ്, ഒരു പാക്കറ്റിന്റെ പ്രൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് പാമ്പേഴ്സ് അതിലുണ്ട് എന്ന് നോക്കിയിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാമ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡയപ്പറിന് എത്ര രൂപയാണ് വരുന്നതെന്ന് അറിയാം. അങ്ങനെ നോക്കിയിട്ടാണ്, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാനൊരു കോംബോ പാക്ക് വാങ്ങാറ്. സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മറ്റേ 100 Days of Happinessന്റെ ഇത് അങ്ങനെ ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലായില്ലേ? സോ അങ്ങനെയല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ശ്രമിക്കാം അങ്ങനെയല്ലാതെ ഇടാം. അല്ല ഇങ്ങനെ തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.